നമ്മളിന്നൊരു കുഞ്ഞ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. മമ്മി ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ കരുതി ഒരു ചാനലൊക്കെ തുടങ്ങിയേക്കാം, അതും ആൾക്കാർക്കൊക്കെ കാണിക്കാമെന്നൊക്കെ കരുതി ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ്. ഇന്നൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുള്ള പ്രിപ്പറേഷനിലായിട്ടാണ് മമ്മി നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ചാനൽ എന്ന് പറയുന്നത് ഒരു ബേക്കിങ്ങിനെ ബേസിസ് ചെയ്തിട്ടുള്ള മാത്രം ചാനലല്ല. ഇവിടെ ബ്യൂട്ടി ടിപ്സ് കാണും, സ്റ്റിച്ചിങ് കാണും, ആർട്ട് കാണും, ക്രാഫ്റ്റ് കാണും, അങ്ങനെ എല്ലാവിധ എൻ്റർടൈൻമെൻറ്റ് പർപ്പസുകളും നമ്മുടെ വീഡിയോയിൽ അവൈലബിൾ ആവുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ഫാമിലി ജോയിൻ ചെയ്യാം. അപ്പം നമ്മുടെ ചാനലിൻ്റെ പേരാണ് അഫീജി സ്റ്റിൽസ് എന്ന് പറഞ്ഞുകൊണ്ട് അഫീജി സ്റ്റിൽസിന്റെ യാത്ര നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെയാണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത് മമ്മി ഇപ്പോൾ പാത്രമൊക്കെ തേച്ച് എനിക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി മമ്മി എന്നാ പറയുന്നതെന്ന് കേൾക്കാം. നമ്മളിപ്പോൾ 1 കിലോ കേക്കിട്ടിൻ്റെ അടുത്ത് കേക്കിട്ടിൻ്റെ ആദ്യം നമുക്ക് ബട്ടർ പേപ്പർ ഒട്ടിക്കണം. ബട്ടർ പേപ്പർ ഒട്ടിച്ചാലേ അത് ക്രഞ്ചി ആവാതെ നല്ലതായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പേപ്പർ ഒട്ടിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ സൈഡെല്ലാം ക്രഞ്ചി ആയി പോകും. അതുകൊണ്ട് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഒട്ടിച്ച് വൃത്തിയാക്കി മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 മുട്ട. ഞാനിപ്പോൾ മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ യെല്ലോയും വൈറ്റും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആ യെല്ലോയിലോട്ട് ഒരു 4-5 തുള്ളി വാനില എസൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. വൈറ്റാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. എഗ് വൈറ്റ് നല്ലപോലെ പതപ്പിച്ച് വയ്ക്കണം. ഇത് നല്ലപോലെ പതഞ്ഞ് വരേണ്ട ആവശ്യമുണ്ട്. യെല്ലോ ബീറ്റ് ചെയ്യാം. അപ്പോൾ യെല്ലോ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലപോലെ ബീറ്റ് ആയില്ലെങ്കിലും കുഴപ്പമില്ല. അടുത്ത് ഇത് ബ്രൗൺ ഷുഗറാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഈ 1 കപ്പ് മാവിന് 3/4 കപ്പ് ബ്രൗൺ ഷുഗർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാവുന്നു. തട്ടി ആ ഷുഗർ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലാണ്. 1 ഗ്ലാസ് മാവിന് 1/4 കപ്പ് ഓയിലാണ് ഞാൻ എടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഒത്തിരി പ്ലം കേക്കൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ബാക്കി വന്നതാണ് ഇത്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം കൂടെ വൈനിൽ സോക്ക് ചെയ്തതാണ്. അതിൻ്റെ ബാക്കി ഇത്ര ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇന്നിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ജ്യൂസാണ് ഞാൻ കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്കടുത്ത് ഈ മാവിൽ നിന്നൊരു 3/4 ഭാഗം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. നട്ട്സായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പും ബദാമും മാറ്റി വെച്ചിട്ടുണ്ട്. അതിനെ ലാസ്റ്റ് ചേർക്കാം. അതുകൊണ്ടാണ് ഈ 3/4 ഭാഗം മാവ് ചേർത്ത് കൊടുക്കുന്നത് ഫസ്റ്റ്. ഇത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഈ സോക്ക് ചെയ്ത് വെച്ചിരുന്നതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അത് നല്ലപോലെ മിക്സ് ആവണം. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മളിവിടെ മാറ്റി വെച്ചിരുന്ന മാവും ഈ നട്ട്സും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് കേക്കിൽ താന്നു പോകാതിരിക്കാനാണ് കാര്യം. കേക്കിൽ നന്നായിട്ട് മിക്സ് ആയിരിക്കണം. അടിയിലോട്ട് അത് താന്നു പോകാൻ പാടില്ല. പിന്നെ അതും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ലാസ്റ്റാണ് ഈ എഗ് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് എഗ് വൈറ്റ് കുറച്ചായിട്ട് എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടെ അത് ലൂസാവും. ഒത്തിരി ലൂസാവാനും പാടില്ല, ഒത്തിരി തിക്കാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസി വേണം. ബാലൻസ് ഉള്ള ഈ എഗ് വൈറ്റ് കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കണം. ഒത്തിരി അങ്ങ് മിക്സ് ആക്കണ്ട, കുത്തി ഇളക്കി മിക്സ് ചെയ്യണ്ട, നോർമലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ എല്ലായിടും അത് മിക്സ് ആയിരിക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ടിന്നിലോട്ട് ഇതിനൊന്ന് മാറ്റണം. അത് ഒത്തിരി നിറഞ്ഞു പോകാൻ പാടില്ല, ഹാഫ് അരിക്കണം, അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം വരാവും. ഒത്തിരി നിറഞ്ഞു പോകാൻ പാടില്ല. നിറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കേക്ക് ആയി കഴിഞ്ഞ് വരുമ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇത് നമ്മളിതിലോട്ട് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ ഭംഗി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ കുറച്ച് നട്ട്സ് ഇതിൻ്റെ പുറത്തിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഓവനിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഓവനിൽ 150 നേരത്തെ പ്രീ ഹീറ്റിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്.
ഇതിപ്പം ഞാൻ 130-ലിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. 150-ലിട്ട് 3 ഹീറ്റ് ചെയ്യും. കാരണം എൻ്റെ ഓവനിൽ കംഫർട്ടായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ടൈം ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ചൂട് മാറിയാലേ കട്ട് ചെയ്യാവൂ. അപ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് നോക്കിയാലോ? അത് കഴിച്ച് നോക്കുന്നു, ഇത് കഴിച്ച് നോക്കുന്ന നല്ല വൈൻ്റെ ടേസ്റ്റ് എല്ലാം വന്ന് നല്ല ഫ്ലേവർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. ഇതിട്ട് ഇങ്ങനെയാണ്, നട്ട്സൊന്നും താന്നു വിട്ടില്ല, ഫ്രൂട്ട്സ് എല്ലാം നല്ല പോലെ ഉണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഇനി നമുക്ക് ഇതേപോലത്തെ കുറേ വീഡിയോകളായിട്ട് മുന്നോട്ട് കാണാം. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.